കരമായ വളരെ ദാരുണമായ ഒരു അപകടത്തിന്റെ വാർത്തയാണ് പാലക്കാട് തച്ചമ്പാറയിൽ നിന്ന് വരുന്നത്. ലോറി കുട്ടികൾക്കിടയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് മറിഞ്ഞ് 3 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. തച്ചമ്പാറ സ്കൂളിലെ +1 +2 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു 3 കുട്ടികൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് സിമന്റ് കയറ്റി വന്ന ലോറി മറിയുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആ മറിഞ്ഞ ലോറി പ്രദേശത്ത് നിന്ന് ഇപ്പോൾ എടുത്തുയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. 3 കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും 3 കുടുംബങ്ങളുടെ പ്രതീക്ഷകളുമാണ് ഈ ഒരു അപകടത്തിൽ ഇല്ലാതായിരിക്കുന്നത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദു അവിടെ എത്തിയെന്നാണ് കരുതുന്നത്. എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ലോറി ഉയർത്താൻ സാധിക്കുന്നുണ്ട്. ഒരു രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി രക്ഷാപ്രവർത്തനം നന്ദുവിലേക്ക് മടങ്ങിയെത്താം. ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ആ മറിഞ്ഞ ലോറി മരണം 4 ആയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 4 പെൺകുട്ടികൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. തച്ചമ്പാറ സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന 4 പെൺകുട്ടികൾക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. നന്ദഗോപാൽ, വിവരങ്ങൾ. അമൃത, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഈ ഒരു ലോറിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പനമ്പാറം പ്രദേശത്തെ ഒരു ഹൈവേ ഈ ഒരു പനമ്പാറം ഭാഗത്തെ ഒരു ഹൈവേയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഈ ലോറി ഇവിടെ നിന്നും പൂർണ്ണമായും ഉയർത്തിയിട്ടുണ്ട്. ഈ ലോറി ഉയർത്തി അതിനു വേണ്ട ഇവിടെ നിന്നും മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ ക്രെയിൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചുകൊണ്ടാണ് ഈ ഒരു വാഹനം ഇവിടെ നിന്നും ഉയർത്തിയത്. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രദേശത്ത് ഒരു അപകടം സംഭവിച്ച് കൂടുതൽ ആളുകൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത് ഇല്ല എന്നുള്ളൊരു ചെറിയ ആശ്വാസകരമായ ഒരു വാർത്ത കൂടെ വരുന്നു.